ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഷുവർ CSCB റാങ്ക് മേക്കറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മിൽമയുടെ എക്സാം സ്പെഷ്യലായിട്ട് മിൽമയുടെ എല്ലാ പോസ്റ്റിലേക്കും നോക്കാവുന്ന ഒരു ചോദ്യമാണ്. മിൽമയുടെ പോസ്റ്റിലേക്ക് എന്നല്ല, കന്നുകാലി രോഗങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയൊരു വീഡിയോ ആണ്. കുറച്ച് പേര് പ്ലാന്റ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം ഇടുന്നു, ജൂനിയർ അസിസ്റ്റൻറ്റിൻ്റെ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതൊന്നുമല്ല, ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ മൊത്തം കോമൺ ആയിട്ട് നിങ്ങൾക്ക് രണ്ട് എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നോക്കാൻ പറ്റിയ വീഡിയോസാണ് ഇടുന്നത്. ജൂനിയർ അസിസ്റ്റൻറ്റ് സബ്ജക്റ്റ് ബേസ് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്. അപ്പം അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇടാതെ. അക്കൗണ്ടൻസീൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. പിന്നെ ഇത് കോമൺ ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് കാണുമ്പോൾ അതിൽ എല്ലാവർക്കും ഒരുമിച്ച് ഉപകാരപ്രദമാവുമല്ലോ വിചാരിച്ചിട്ടാണ് ഇതിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് ജൂനിയർ അസിസ്റ്റൻറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഒന്ന് കേട്ട് വയ്ക്കുക. കുറച്ച് ടൈമല്ലേ ഉള്ളൂ, ഒന്ന് കേട്ട് വെച്ചോളൂ. അഥവാ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ. ഈ വീഡിയോ കന്നുകാലി രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കന്നുകാലി രോഗങ്ങളിൽ മെയിനായിട്ട് പല കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് ബാക്ടീരിയൽ രോഗങ്ങൾ. ബാക്ടീരിയൽ രോഗങ്ങളിൽ ആദ്യത്തെ രോഗമാണ് അടപ്പൻ. അടപ്പൻ എന്ന് പറഞ്ഞാൽ പശുക്കളിൽ കാണുന്ന മാരകമായ ഒരു രോഗമാണ് അടപ്പൻ അഥവാ ആന്ത്രാക്സ്. അടപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. ആന്ത്രാക്സ് കേട്ടിട്ടുണ്ടാവല്ലോ അല്ലേ? ആന്ത്രാക്സ് രോഗത്തെയാണ് അടപ്പൻ എന്ന് പറയുന്നത്. ബാസിലിയസ് ആന്ത്രാസിസ് എന്ന ബാക്ടീരിയയാണ് ഇതുണ്ടാക്കുന്നത്. രോഗം ബാധിച്ച പശുവിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നതിനാൽ ഇതൊരു പ്രധാനപ്പെട്ട ജന്തുജന്യ രോഗമാണ്. അപ്പോൾ എന്താണ് ആന്ത്രാക്സ് അല്ലെങ്കിൽ അടപ്പൻ? ഒരു ബാക്ടീരിയൽ രോഗമാണ്. ഒരു ബാക്ടീരിയ വഴി പശുക്കളിൽ ഉണ്ടാവുന്ന ഒരു രോഗമാണ്. ഇത് പശുക്കളിൽ നിന്ന് മനുഷ്യരിലേക്കും പകരും. അടുത്ത രോഗമാണ് കുരലടപ്പൻ. ഇതും ഒരു ബാക്ടീരിയൽ രോഗമാണ് കേട്ടോ. പാസ്ചുറല്ല എന്ന അണുജീവികളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. രോഗാണുക്കൾ മണ്ണിലേറെ കാലം നിൽക്കാൻ കെൽപ്പുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗം വന്നാൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ഇത് പശുക്കളിൽ വരുന്ന വേറൊരു തരം ബാക്ടീരിയൽ രോഗമാണ്. അടുത്ത രോഗമാണ് ബ്രൂസല്ലോസിസ്. ബ്രൂസല്ല അബോട്ടസ് എന്ന ബാക്ടീരിയയാണ് ഈ രോഗം പരത്തുന്നത്. കർഷകർക്ക് വളരെയേറെ സാമ്പത്തിക നഷ്ടം വരുത്തുന്ന രോഗമാണിത്. ജന്തുജന്യ രോഗമായതിനാൽ മനുഷ്യർക്കും രോഗം പിടിപെടാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാണ്. ഇതും ഒരു ബാക്ടീരിയൽ രോഗമാണ് കേട്ടോ. അടുത്ത ബാക്ടീരിയൽ രോഗമാണ് അതിസാരം. കന്നുകുട്ടികളെ ബാധിക്കുന്ന ബാക്ടീരിയൽ രോഗമാണ് അതിസാരം. 2 ദിവസം പ്രായമായതു മുതൽ ചെറിയ കിടാങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്. ശക്തിയായ വയറിളക്കം ഉണ്ടാവുകയും ചികിത്സിച്ചില്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ കന്നുകുട്ടി ചത്തുപോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചികിത്സ നൽകേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാണ് അതിസാരം. ക്ഷയം. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് ക്ഷയം. ആദ്യഘട്ടങ്ങളിൽ രോഗലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കാറില്ല. ക്ഷയം ബാധിച്ച പശുവിൻ്റെ ശരീരഭാരം ക്രമേണ കുറഞ്ഞു വരുന്നു. ശ്വാസതടസ്സം കാണപ്പെടാറുണ്ട്. ജന്തുജന്യ രോഗമായതിനാൽ മനുഷ്യനിലേക്ക്, പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് പകരാവുന്നതാണ്. ക്ഷയം ബാധിച്ച പശുവിൻ്റെ പാൽ ഉപയോഗിക്കരുത്. അടുത്തതായി കന്നുകാലികളിൽ വരുന്ന രോഗങ്ങളെ വൈറസ് രോഗങ്ങൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് വൈറസ് രോഗങ്ങൾ, കന്നുകാലികളിൽ വരുന്ന വൈറസ് രോഗങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കുളമ്പ് രോഗം. കുളമ്പ് രോഗം എല്ലാവർക്കും കോമൺ ആയിട്ട് കേട്ട് പരിചയമുള്ളൊരു രോഗമാണല്ലോ അല്ലേ? കുളമ്പ് രോഗം ഒരു വൈറസ് രോഗമാണ്. പിക്കോർണ വൈറസ് ആണ് രോഗകാരി.
ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളെ ബാധിക്കുന്ന തികച്ചും മാരകമായ ഒരു പകർച്ചവ്യാധിയാണ് കുളമ്പ് രോഗം. പിക്കോർണ വൈറസ് പരത്തുന്ന ഒരു മാരകമായിട്ടുള്ള വൈറസ് രോഗമാണ് കുളമ്പ് രോഗം. വൈറസിന് വായുവിൽ കൂടി ബഹുദൂരം സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. വായുവിൽ കൂടിയാണ് ഈ രോഗം പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. വൈറസുകൾ വായുവിലെ ആരോഗ്യമുള്ള ഉരുക്കളിലെത്തി രോഗമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ വ്യാപനം കൂടുതലായിരിക്കും. അടുത്ത കന്നുകാലി രോഗങ്ങളുടെ മെയിൻ കാറ്റഗറി ആയിട്ട് വൈറസ് രോഗങ്ങൾ പോലെ തിരിച്ചിട്ടുള്ള കാറ്റഗറിയാണ് ഉപാപചയ രോഗങ്ങൾ. പശുക്കളുടെ പരിപാലനത്തിനും തീറ്റക്രമത്തിലും ഉണ്ടാകുന്ന അശ്രദ്ധയോ അറിവില്ലായ്മയോ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഉപാപചയ രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ക്ഷീരസന്നി. പശു പ്രസവിച്ച് മണിക്കൂറുകൾക്കകമോ 2-3 ദിവസങ്ങൾക്കുള്ളിലോ ഉണ്ടാകുന്ന രോഗമാണ് ക്ഷീരസന്നി അഥവാ പാൽപ്പനി. അടുത്ത രോഗമാണ് കീറ്റോസിസ്. ഉപാപചയ തകരാറ് മൂലം കറവ പശുക്കളിൽ കാണുന്ന മറ്റൊരു രോഗമാണ് കീറ്റോസിസ്. കൊടുക്കുന്ന തീറ്റയിലെ ഊർജത്തിൻ്റെ കുറവാണ് കീറ്റോസിസിന് ഇടവരുത്തുന്നത്. പിന്നെ ഈ രോഗങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളത് ഞാനൊരു വെറ്റിനറി സർജൻ്റെ ആർട്ടിക്കിളിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻഫർമേഷനാണ് കേട്ടോ. അപ്പം കൺഫ്യൂഷനൊന്നും ഇല്ലാതെ എല്ലാവരും പഠിച്ചോളൂ. അടുത്ത ഉപാപചയ രോഗമാണ് ഗ്രാസ് ടെറ്റനി. പശുക്കളിൽ കാണുന്ന മറ്റൊരു പ്രധാന രോഗമാണ് ഗ്രാസ് ടെറ്റനി. രക്തത്തിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് കാരണമാണ് ഈ രോഗമുണ്ടാകുന്നത്. തഴച്ചു വളരുന്ന ഇളം പുല്ലുകളിൽ മേയുന്ന പശുക്കൾക്കാണ് ഈ രോഗത്തിന് സാധ്യത കൂടുതൽ. അടുത്ത കന്നുകാലി രോഗങ്ങളുടെ മെയിൻ കാറ്റഗറിയാണ് പരാത രോഗങ്ങൾ. പശുക്കളിൽ സാധാരണയായി കണ്ടുവരുന്നവയാണ് പരാത രോഗങ്ങൾ. ആന്തരിക പരാതങ്ങളും ബാഹ്യ പരാതങ്ങളും മൂലം പശുക്കളുടെ ആരോഗ്യം ക്ഷയിക്കുന്നതിനും ഉൽപാദനക്ഷമത കുറയുന്നതിനും കാരണമാകുന്നു. ഇത്തരത്തിലുള്ള രോഗങ്ങളാണ് പരാത രോഗങ്ങൾ. അടുത്ത രോഗങ്ങളുടെ കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീറ്റയിലെ മാറ്റത്തിൽ വരുത്തുന്ന രോഗങ്ങൾ. തീറ്റയിലെ മാറ്റങ്ങൾ കൊണ്ട് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അതിലാദ്യത്തേതാണ് ദഹനക്കേട് അഥവാ ലാക്റ്റിക് അസിഡോസിസ്. പശുക്കളിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗമാണ് ലാക്റ്റിക് അസിഡോസിസ്. ആവശ്യത്തിൽ കൂടുതൽ അരിക്കഞ്ഞിയും അന്നജം കൂടിയ കാലിത്തീറ്റയും കൊടുക്കുന്നത് മൂലം ഈ രോഗം ഉണ്ടാവും. അടുത്തതാണ് വയറുപരുപ്പം അല്ലെങ്കിൽ ബ്ലോട്ട്. വയറുപരുപ്പം പശുക്കളിൽ സാധാരണയായി കണ്ടുവരുന്നു. ഈ രോഗാവസ്ഥയിൽ പശുവിൻ്റെ ഇടത് ആമാശയം വേർതിരിക്കും. പിന്നെ കുറേ പേര് സംശയം കണ്ടു എക്സാം സെൻറ്ററിനെ കുറിച്ചിട്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയുടെ ഇടയിലും പറഞ്ഞിട്ടുണ്ട്, മിൽമ ബോർഡ് നടത്തുന്ന എക്സാം ആണെങ്കിൽ അധികവും എറണാകുളം രാജഗിരി കോളേജിൽ വെച്ചിട്ടാണ് ഉണ്ടാവുക. ഇനിയിപ്പം മിൽമ വിളിച്ചിട്ടുള്ള PSC വിളിച്ചിട്ടുള്ള മിൽമയുടെ എക്സാം ആണെങ്കിൽ നമുക്ക് സ്വതവേ PSCൻ്റെ സെൻറ്റർ കിട്ടുന്ന പോലെ നമ്മളെ ജില്ലയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലകളിലോ ആയിട്ടായിരിക്കും സെൻറ്റർ ലഭിക്കുക. അതേപോലെ എക്സാം ഡേറ്റ് ഇതുവരെ ഫിക്സ് ആയിട്ട് വന്നിട്ടില്ല, വരുമ്പം അറിയിക്കുന്നതാണ്. അപ്പോൾ എക്സാം ഡേറ്റും സെൻറ്ററും ഒന്നുമല്ല, നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് മാക്സിമം പ്രിപ്പയർ ചെയ്യുക. കഴിയുന്നത്ര അറിവുകൾ ശേഖരിച്ച് പഠിക്കാൻ നോക്കുക. അപ്പോൾ അടുത്തതായിട്ട് കന്നുകാലികളിൽ വരുന്ന രോഗത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അടുത്തത് അകിട് വീക്കമാണ്. അകിട് വീക്കം എല്ലാവരും കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളൊരു രോഗത്തിൻ്റെ പേരാണല്ലോ അല്ലേ. അകിട് വീക്കം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സൂക്ഷ്മാണുക്കളുടെ ആക്രമണം മൂലം പശുക്കളിൽ അകിട് വീക്കം ഉണ്ടാകുന്നു. ശുചിത്വക്കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് അകിട് വീക്കം. ബാക്ടീരിയ, വൈറസ്, പൂപ്പൽ തുടങ്ങിയവ രോഗമുണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഇവയൊക്കെയാണ് കന്നുകാലികൾക്ക് മെയിനായിട്ട് വരുന്ന രോഗങ്ങൾ. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കണം. മിൽമയുടെ എക്സാം ആയതുകൊണ്ട് തന്നെ പാലിനെക്കുറിച്ചും പാൽ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ചിട്ടും പശുവിനെ കുറിച്ചിട്ടും ഒക്കെ ആയിരിക്കും ചോദ്യങ്ങൾ. അപ്പോൾ ഇതേപോലെ കിട്ടുന്ന അറിവുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് കേട്ട് പോവുക എല്ലാ വീഡിയോസും. അപ്പോൾ ഇതൊക്കെ മൈൻഡിലുണ്ടെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ഈസി ആയിരിക്കും.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവരും നല്ലോണം പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുപോലെ കമൻറ്റിൽ ചോദിക്കുക. താങ്ക് യു.